ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളത്. ഒന്നാമതായി, മന്ത്രിസഭയുടെ 4ാമത് വാർഷികവുമായി ബന്ധപ്പെട്ട് ഒരു മാസക്കാലം നീണ്ടുനിന്ന കേരളത്തിലുടനീളം മുഖ്യമന്ത്രിയും LDF നേതാക്കൾ നടത്തിയിട്ടുള്ള പ്രചരണങ്ങളുടെ അവസാനമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടത്. സ്വാഭാവികമായും 9 വർഷക്കാലത്തെ 2 സർക്കാരുകളുടെ വികസന നേട്ടങ്ങളുടെ നിറവിൽ അത് ആളുകൾക്ക് ബോധ്യമായൊരു അനുഭവമാണ് ഈ ക്യാമ്പയിനുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടത്. രണ്ടാമത്, സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിനെതിരായി നിർമ്മിക്കപ്പെടുന്ന നുണകളുടെ ആധിക്യം നമ്മൾ കാണാറുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ആ നിലയ്ക്ക് ഇടതുപക്ഷത്തിനെതിരായി വ്യാജങ്ങൾ നിർമ്മിക്കാൻ സാധ്യമല്ലാത്ത വിധം മുമ്പ് ഉന്നയിക്കപ്പെട്ടിരുന്ന എല്ലാ അപവാദങ്ങൾക്കും മേലെ അത് തെറ്റായി ഉയർന്നുവന്നതാണ് എന്ന് ബോധ്യപ്പെടുന്ന കോടതി വിധികളൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഒരഴിമതി ആരോപണം പോലും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് LDFനെതിരെ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് ആർക്കുമായില്ല. മൂന്നാമത്തത്, കേരളത്തെ ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റ് അപമാനിക്കുന്നു, അവഗണിക്കുന്നു, സഹായങ്ങൾ നൽകുന്നില്ല, എന്നിട്ടും കേരളം വികസിക്കുന്നു. അപ്രകാരം കേരളത്തെ തകർക്കാൻ കേന്ദ്രം ശ്രമിച്ചപ്പോൾ കേരളത്തിലെ UDF പ്രതിപക്ഷം കേന്ദ്രത്തിനൊപ്പം നിന്നു എന്ന യാഥാർത്ഥ്യ ബോധം ആളുകളിൽ ഉണ്ടായിട്ടുണ്ട്. 4ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിനെ വർഗീയ ശക്തികളുടെ ഏകോപനത്തിലൂടെ തങ്ങൾക്ക് അനുകൂലമാക്കാൻ UDF നടത്തിയ പരിശ്രമം മുമ്പ് തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് UDFന്റെ ഭാഗമാണ്. അതും പോരാഞ്ഞ് SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണ സ്വീകരിച്ചുകൊണ്ടാണ് പാലക്കാട് അവർ മത്സരിച്ചത്. ഈ തെരഞ്ഞെടുപ്പിലും അത്തരമൊരു ഏകീകരണത്തിനായി ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുക എന്നും ആ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുമാറിയെന്ന് പ്രതിപക്ഷ നേതാവ് തികച്ചും അവാസ്തവമായൊരു നിലപാട് സ്വീകരിക്കുകയുണ്ടായി. അതിനോട് ആ വിഭാഗത്തിൽ തന്നെയുള്ള ബഹുജനങ്ങൾക്കിടയിലുള്ള കടുത്ത പ്രതികരണം UDFന് കനത്ത തിരിച്ചടി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, M സ്വരാജ് എന്ന സ്ഥാനാർത്ഥിക്ക് ആ നാട്ടിലുള്ള വലിയ സ്വീകാര്യത, കേരളത്തിലുള്ള സ്വീകാര്യത, നിലപാടുകളിലെ വ്യക്തത, നിലപാടുകളിലെ ധീരത, ആ മണ്ഡലത്തിൽ LDFന്റെ നടത്താൻ കഴിഞ്ഞ 2000-ലേറെ കോടി രൂപയുടെ വികസനം, ഇതെല്ലാം ചേർത്തുകൊണ്ട് നിറഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടിയാണ് LDF തുടക്കം മുതൽ ഒടുക്കം വരെ ക്യാമ്പയിൻ നടത്തിയത്. അതിന് ചേരുന്നൊരു ഫലം അവിടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് LDF ഉറച്ചു വിശ്വസിക്കുന്നത്. ശ്രീ അനിൽകുമാർ, PV അൻവർ നേടുന്ന വോട്ട് അത് LDFനെ സംബന്ധിച്ചൊരു അടിയായിരിക്കും എന്നാണ് UDF അടക്കം പറയുന്ന ഒരു കാര്യം. എങ്ങനെയാണ് ഈ ഒരു, അല്ലെങ്കിൽ UDF അടക്കം പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് നോക്കിക്കാണുന്നത്? PV അൻവർ ഉയർത്തി വന്ന വിഷയങ്ങളിൽ പൊള്ളയാണ്, അത് നിലനിൽക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം പ്രതിപക്ഷത്തിന് ബോധ്യമായി. അതുകൊണ്ടാണ് പ്രതിപക്ഷം അൻവറിനെ കൈവിട്ടത്. അൻവർ പൊള്ളയായ കാര്യങ്ങളാണ് LDFനെതിരെ ഉപയോഗിക്കുന്നത്. അൻവർ പിണറായി എന്ന് പറഞ്ഞു. പിണറായി എന്ന് പറഞ്ഞാൽ 1600 രൂപ വെച്ച് 62 ലക്ഷം വീടുകളിൽ പെൻഷൻ കൊടുക്കലാണ്. പവർ കട്ടില്ലാത്ത കേരളം നിർമ്മിക്കലാണ് പിണറായിസം. നമ്മുടെ ചുറ്റുപാടുമുള്ള സ്കൂളുകൾ നന്നാക്കിയതാണ് പിണറായിസം. ആശുപത്രികൾ 80 കൊല്ലക്കാലം കൊണ്ട് മെച്ചപ്പെട്ട സൗജന്യ ചികിത്സ ലഭിച്ചതാണ് പിണറായിസം. ഓരോ മേഖലയിലും കേരളം നേടിയ പുതിയ മികവുകളുടെ പേരാണ് പിണറായിസം. ഇത് ആളുകൾക്ക് ബോധ്യപ്പെടുന്ന പശ്ചാത്തലത്തിൽ പ്രതിപക്ഷത്തിന് പോലും അൻവർ ഭാരമായി തീർന്നു. അത്തരമൊരു പശ്ചാത്തലത്തിൽ എന്തെങ്കിലും കാര്യമായ പ്രതിഫലനം അവിടെ ഉണ്ടാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.